നെന്മാറ ഇരട്ടക്കൊലക്കേസ് പ്രതി ചെന്താമരയുമായുള്ള തെളിവെടുപ്പ് പൂർത്തിയായി. പോത്തുണ്ടിയിലെത്തിച്ച് തെളിവെടുത്ത ശേഷം ആലത്തൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പ്രതിയെ കൊണ്ടുപോയി. പ്രതിയെ നാളെ 3 മണിവരെ കസ്റ്റഡിയിൽ വിട്ടു. ഇതിന്റെ വിശദാംശങ്ങളിലേക്കാണ് ഇനി പോകേണ്ടത്. അരുൺ ആലത്തൂർ ചേരുന്നു വിവരങ്ങളുമായി. അരുൺ, പ്രതി ചെന്താമരയെ എവിടെയൊക്കെ എത്തിച്ചാണ്, ഏതൊക്കെ ഭാഗങ്ങളിൽ എത്തിച്ചാണ് തെളിവെടുപ്പ് നടത്തിയത്, എന്തൊക്കെ കാര്യങ്ങൾ പ്രതി വിശദീകരിച്ചു? അരുൺ, കേൾക്കാൻ കഴിയുന്നുണ്ട് എങ്കിൽ എവിടെയൊക്കെ ചെന്താമരയെ എത്തിച്ചു, ഏതൊക്കെ ഭാഗങ്ങളിൽ, തെളിവെടുപ്പിൽ എന്തൊക്കെയാണ് ചെന്താമര വിശദീകരിച്ചത്? കൃത്യമൊരു 12:25 പ്രതിയെ ഞാൻ നിൽക്കുന്ന ബോയൻ കോളനി ഭാഗത്തേക്ക് എത്തിച്ചത്. കനത്ത പോലീസ് സുരക്ഷയായിരുന്നു പ്രതിയെ ഈ പ്രദേശത്തേക്ക് എത്തിച്ചത്. ഏകദേശം 500-ലേറെ പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിരുന്നു. നെന്മാറയിലെയും ആലത്തൂരിലെയും മംഗലം അതുപോലെ തന്നെ കൊല്ലങ്കോടിലെയും ഒക്കെ SI-മാരുടെ നേതൃത്വത്തിലുള്ള 500-ലേറെ പോലീസ് സംഘമാണ് ഇവിടെ സുരക്ഷയ്ക്കായി ഉണ്ടായിരുന്നത്. ഈ കനത്ത പോലീസ് സുരക്ഷയിൽ പോലീസിന്റെ ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിയുമായുള്ള തെളിവെടുപ്പ് നടത്തിയത്. പ്രതിയെ ആദ്യം എത്തിച്ചത് കൊലപാതകം നടന്ന ആ സ്പോട്ടിലേക്കായിരുന്നു, കൊലപാതകം നടത്തിയ ആ സ്പോട്ടിലേക്കായിരുന്നു. അതായത് ബോയൻ കോളനിയിലെ ചെന്താമരയുടെ വീടിന്റെ മുൻവശത്തേക്കായിരുന്നു ആദ്യം പ്രതിയെ എത്തിച്ചത്. അവിടെ ആ പ്രതിയെ എത്തിച്ച് അതിനുശേഷം അവിടെ പ്രതി കൃത്യമായിട്ട് തന്നെ താൻ സുധാകരൻ സ്കൂട്ടറിൽ വരുമ്പോൾ കൊടുവാൾ കൊണ്ട് വെട്ടുകയായിരുന്നു എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളൊക്കെ പോലീസിനോട് വിശദീകരിക്കുകയുണ്ടായി. അവിടെ നിന്നും പിന്നീട് പ്രതിയെ കൊണ്ടുപോയത് ചെന്താമരയുടെ വീടിന് മുന്നിൽ ഭാഗത്തു നിന്നും പിന്നെ കൊണ്ടുപോയത് തൊട്ടപ്പുറത്ത് ഈ സുധാകരനെ വെട്ടിവീഴ്ത്തിയതിന് തൊട്ടപ്പുറത്ത് തന്നെയായിട്ടായിരുന്നു സുധാകരൻ്റെ അമ്മ ലക്ഷ്മിയെ വെട്ടിവീഴ്ത്തിയത്. അവിടേക്കായിരുന്നു പോലീസ് കൊണ്ടുപോയത്. അവിടെയും എങ്ങനെയാണ് താൻ ലക്ഷ്മിയെ വെട്ടിക്കൊലപ്പെടുത്തിയത് എന്നുള്ളത് ഈ ചെന്താമര പോലീസിനോട് വിവരിക്കുകയുണ്ടായി. പിന്നീട് പ്രതി ഈ 2 കൊലപാതകങ്ങളും നടത്തിയതിന് ശേഷം തൻ്റെ വീട്ടിലേക്കായിരുന്നു പോയത്. ആ വീട്ടിലായിരുന്നു കൊടുവാൾ ഉപേക്ഷിച്ചിരുന്നത്. ആ കൊടുവാൾ ഉപേക്ഷിച്ചു എന്ന് പറയുന്ന വീടിന് ഉള്ളിലേക്കും പ്രതിയെ കൊണ്ടുപോയി പോലീസ് തെളിവെടുപ്പ് നടത്തി. വീടിൻ്റെ മുൻവശത്തെ വാതിലിലൂടെ പോയി കൊടുവാൾ അവിടെ ഒളിപ്പിച്ചതിന് ശേഷം പുറകുവശത്തെ വാതിൽ വഴിയാണ് താൻ പുറത്തേക്ക് കടന്ന് തൊട്ടടുത്തുള്ള മലഭാഗത്തേക്ക് രക്ഷപ്പെട്ടതെന്നായിരുന്നു ഈ തെളിവെടുപ്പ് സമയത്ത് ചെന്താമര പോലീസിനോട് പറഞ്ഞത്. സമാന രീതിയിൽ തന്നെ ആദ്യം അകത്തെ വാതിലിലൂടെ കയറ്റി, മുൻവശത്തെ വാതിലിലൂടെ കയറ്റി, പുറകുവശത്തെ വാതിലിലൂടെ പ്രതിയും കൊണ്ട് പോലീസ് ഇറങ്ങി മുൻവശത്തേക്ക് എത്തി. ശേഷം അവിടെ നിന്നും എങ്ങനെയാണ് പ്രതി രക്ഷപ്പെട്ടത് എന്നുള്ളതായിരുന്നു ചോദിച്ചത്. ആ സമയത്ത് പ്രതി പറഞ്ഞു താൻ ഈ സുധാകരൻ്റെ വീടിൻ്റെ മുൻവശത്തെ ഉള്ള ഒരു കനാലുണ്ട്, ആ കനാലിന് ഇടതുവശത്തു കൂടെ നടന്നു നീങ്ങുകയും കനാലിന് അരികിലായിട്ട് മൊബൈൽ ഫോൺ പൊട്ടിച്ച് അതിൻ്റെ സിമ്മും പൊട്ടിച്ച് അവിടെ ഉപേക്ഷിക്കുകയും ചെയ്തു എന്ന് പറഞ്ഞു. ആ മൊബൈൽ ഫോൺ പൊട്ടിച്ചു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു എന്ന് പറയുന്ന ഭാഗത്തേക്കും പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. അതിനുശേഷം ഈ പാടവരമ്പത്ത് കൂടെ നടന്ന് നീങ്ങിക്കൊണ്ടാണ് തൊട്ടടുത്ത മലഭാഗത്തേക്ക് പ്രതി താൻ മലയിലേക്ക് കയറിപ്പോയത് എന്നുള്ളതായിരുന്നു ചെന്താമര പോലീസിനോട് പറഞ്ഞത്. അത്രയും ഭാഗത്തേക്ക്, ആ മലയിലേക്ക് കയറിപ്പോയെന്ന് പറയുന്ന അത്രയും ഭാഗത്തേക്ക് പ്രതി എത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ആ സമാന വഴിയിൽ ഭാഗത്തുകൂടെ തന്നെ തിരിച്ച് നടന്നു വരുമ്പോഴായിരുന്നു ചെന്താമരയെ പോലീസ് പിടികൂടിയത്. ഏതായാലും 27-ാം തീയതിയാണ് നാടിനെ നടുക്കിയ ഈ അരുൺ കൊല നടക്കുന്നത്. 27-ാം തീയതി നടന്ന കൊലപാതകം പിന്നീട് 28-ാം തീയതി രാത്രിയാണ് ഈ പ്രതിയെ പോലീസ് പിടികൂടുന്നത്. ഏതായാലും നാട്ടുകാരുടെയൊക്കെ വലിയ സഹകരണം പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ആദ്യ അവസാനം കാണാൻ കഴിഞ്ഞത്. ഈ പ്രതിക്ക് എന്താണ് നിങ്ങൾക്കൊക്കെ തോന്നുന്നത്? എന്ത് തരത്തിലുള്ള ശിക്ഷ വേണമെന്നുള്ളതാണ് നിങ്ങളുടെ ആളെ ശരിക്ക് ഒരു തൂക്കി കൊല്ലുന്ന ഏറ്റവും ഉദ്ദേശിക്കുന്നത്. 3 പേരെ ആള് തട്ടിയത്, കൊലപ്പെടുത്തിയത്. ആ പാവം 2 കൊച്ചുകൾ അനാഥയായിപ്പോയി. അച്ഛനുമില്ല, അമ്മയില്ല, മുത്തശ്ശിയില്ലാത്ത രീതിക്കായിപ്പോയി. അല്ല ശരിക്കും തൂക്കിക്കൊല്ലണം, ഇങ്ങനെയുള്ള വ്യക്തിനൊക്കെ തൂക്കിക്കൊല്ലണം. തൂക്കിക്കൊല്ലണം തന്നെയാണ്. കാരണം അതിന് മാത്രമുള്ള കുറവെടുത്താണ് ആൾ ചെയ്തത്. ഇവിടെ 2 പെൺകുട്ടികളല്ലേ അനാഥയാക്കിയിട്ട് പോയത്, 2 പെൺകൊച്ചുകളാ. എന്താ അവൻ്റെ ഒന്ന് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക്. അയാളുടെ മക്കളൊക്കെ സേഫാണ്. ഇപ്പൊ ഈ കുട്ടികൾ മാത്രം. കൊലപ്പെടുത്തിയ ആളുടെ മകൾക്ക് ജോലിയുണ്ട്, ഓർഫറാ, പോലീസാണ്. പക്ഷെ ഈ കുട്ടികൾക്ക് ആരുമില്ല. വലിയ സമാധാനത്തിൽ പോയിരുന്ന നാടായിരുന്നു. അതെ, സമാധാനത്തിൽ പോയിരുന്ന നാടാണ്. ഇയാൾ വന്നിട്ട് തീരുമാനമാക്കിട്ട് പോയി, നശിപ്പിച്ച് ഒരു ഇതാക്കി വിട്ടു. എല്ലാവർക്കും ഒരു ആശങ്കയായി. നമ്മുടെ നാട് ഒരു അത്യാവശ്യം ഡാമുകളെല്ലാം അറിയപ്പെടുന്ന ഒരു ഇതായിരുന്നു. ഇതിപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ ഏറ്റവും വലിയത് പോത്തുണ്ടി പറയുമ്പോൾ കൊലപാതകം നടക്കുന്ന സ്ഥലം എന്നുള്ള അറിയപ്പെട്ടു. നാട്ടുകാരുടെ ആശങ്കയാണ് അവർ പറയുന്നത്. ഈ പോത്തുണ്ടി എന്നുള്ളത് നമുക്കറിയാം കേരളത്തിലെ പ്രധാനപ്പെട്ട ഡാമുകളിൽ ഒന്നുള്ളതാണ്. നെല്ലിയാമ്പതി മലനിരകളിലേക്കൊക്കെ ആളുകൾ കടന്നു പോകുമ്പോൾ ഈ ഡാം സന്ദർശിച്ച് അവിടുത്തെ ഉദ്യാനമൊക്കെ സന്ദർശിച്ചാണ് പോകാറുള്ളത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇരട്ട കൊലപാതകത്തിൻ്റെ പേരിൽ പോലും നാട് അറിയപ്പെടുന്നു എന്നുള്ള ഒരു ആശങ്കയാണ് നാട്ടുകാർ പങ്കുവച്ചത്. മാത്രമല്ല ഈ കൊലപാതകത്തിൽ പ്രതിക്ക് തൂക്കിക്കൊല്ലണം പ്രതിയെ എന്നുള്ളൊരു ആവശ്യവും അവർ പറയുന്നു. ഏതായാലും നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ സഹകരിച്ചു എന്നുള്ളതാണ്. ഇന്ന് തെളിവെടുപ്പ് നടക്കുമ്പോൾ കാണാനായത് പൂർണ്ണമായും അവർ സഹകരിച്ചു എന്നുള്ളതാണ്. കാരണം ഈ ചെന്താമര പിടിയിലായ ദിവസം 28-ാം തീയതി രാത്രി നാട്ടുകാരൊക്കെ വലിയ രീതിയിൽ രോഷാകുല
ദുർബലരാകുന്ന സാഹചര്യമായിരുന്നു. നെന്മാറ പോലീസ് സ്റ്റേഷനിലേക്ക് നാട്ടുകാർ ഇരമ്പിയെത്തുകയും സ്റ്റേഷന്റെ മതിലും ഗേറ്റും ഒക്കെ തകർക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ കേസിലാണെങ്കിൽ ഇപ്പോൾ 2 നാട്ടുകാരെ ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇന്ന് അങ്ങനെയല്ല, ഇന്ന് തീർത്തും സമാധാനപരമായിട്ട് തന്നെയായിരുന്നു തെളിവെടുപ്പ് എല്ലാം പുരോഗമിച്ചത്. പ്രതിയെ കൃത്യമായിട്ട് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 12:25 ഈ കൊലപാതകം നടന്ന ക്രൈം സ്പോട്ടിലേക്ക് എത്തിക്കുന്നു. അതിനുശേഷം പ്രതി ഓടി രക്ഷപ്പെട്ട വഴികളും മറ്റുമൊക്കെ നടന്നു നീങ്ങിക്കൊണ്ട് പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നു. ഇനി ഏതായാലും നാളെ 3 മണി വരെയാണ് പ്രതി കസ്റ്റഡിയിലുള്ളത്. തെളിവെടുപ്പ് പൂർത്തിയായി. പോലീസ് പ്രതിയെ പോത്തുണ്ടിയിൽ നിന്ന് തിരിച്ചു കൊണ്ടുപോയി.